ആ പെണ്ണ് പറയുന്നത്, എന്നെ കല്യാണം കഴിച്ചത് മുതൽ ഈ മനുഷ്യൻ തമ്മാടിയായി ജീവിച്ച മനുഷ്യൻ തന്നെയാണ്. ഒരു നന്മയും ഈ മനുഷ്യൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പാതിരാ സമയത്ത് ആ മനുഷ്യൻ ഉറക്കത്തിൽ നിന്നുണർന്നുകൊണ്ട് പറയുന്നത് കേൾക്കാ, യാ റബ്ബ് യാ റബ്ബ്, എന്റെ റബ്ബേ എന്റെ റബ്ബേ, ഞാനെന്നും കള്ളു കുടിച്ചു. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാ, ഇനി ഞാൻ കുടിക്കൂല. എന്നും അങ്ങനെ ദുആ ചെയ്യും, നാളെയും കുടിക്കോ, വീണ്ടും രാത്രിയാകും വീണ്ടും ദുആ ചെയ്യും, പിന്നെയും അങ്ങനെ കുടിക്കും. ഇതല്ലാത്തൊരു നന്മയും ഞാൻ മനുഷ്യനിൽ കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു അല്ലാഹുവിലേക്ക് ഖേദിച്ചങ്ങ് മടങ്ങി വീണ്ടും അവൻ തെറ്റ് ചെയ്യും മനുഷ്യനാണ്. പക്ഷേ തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടെങ്കിൽ അല്ലാഹ് നമ്മെ കൈവടിയൂല. അതുകൊണ്ട് ഓരോ ദിവസത്തിന്റെയും സായാഹ്നത്തിൽ നമ്മൾ ചോദിക്കണം റബ്ബിലേക്ക് തിരിഞ്ഞിട്ട്, റബ്ബേ അറിഞ്ഞറിയാതെ ധാരാളം തെറ്റുകൾ വന്നുപോയി, മാഫ് തരണേ അല്ലാ. മനസ്സറിഞ്ഞ് റബ്ബിലേക്കൊന്ന് തിരിയാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? ഓരോ ദിവസത്തിന്റെയും കിടക്കുന്ന സമയത്ത് ചെയ്ത തെറ്റുകളെ ഒന്ന് എണ്ണി പറയാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? നന്മയും തിന്മകളും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഓരോ ദിവസങ്ങളും കടന്നു പോവുകയാണെങ്കിൽ നമ്മളൊക്കെ വിജയികളാണ്. അതുകൊണ്ട് അല്ലാഹു വല്ലാത്ത കാരുണ്യവാനാണ്. ആ അല്ലാഹനെ അറിയണം, അല്ലാഹനെ സ്നേഹിക്കണം. അല്ലാഹുവിലേക്ക് അടുത്താൽ ഈ പ്രപഞ്ചം വിഷയമല്ല, ഖബർ വിഷയമല്ല, നരകം വിഷയമല്ല.